മലപ്പുറത്ത് വേദിയിൽ ഏറ്റുമുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജും മഞ്ചേരി നഗരസഭ ചെയർപേഴ്സണും. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള പരാമർശങ്ങളാണ് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത, 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സായിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണിപ്പോ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഓർഡറാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത്. വിപിൻ, ഈ ഇതിലൊരു നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് വിപിൻ? അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടെ ജനറൽ ആശുപത്രിയാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജാക്കി പിന്നീട് ഉയർത്തിയത് എന്നുണ്ടെങ്കിലും ഇപ്പോഴും മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയാണ് ജനറൽ ആശുപത്രിയും പ്രവർത്തിക്കുന്നത്. അവിടെ ഈ ജനറൽ ആശുപത്രിയുടേതായിട്ടുള്ള സ്റ്റാഫുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു മെഡിക്കൽ കോളേജിന്റെയും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയുടെയും ഒരു നവീകരണം അത് കുറെ കാലമായിട്ട് തന്നെ ആവശ്യപ്പെടുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രത്യേകമായി ഈ ജനറൽ ആശുപത്രിയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജും പ്രത്യേകമാക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അപ്പോൾ ഈ മന്ത്രിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് MLA UA ലത്തീഫാണ് ഈ വിഷയം ആദ്യം എടുത്തിട്ടത്. അതായത് ഈ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ഏകദേശം 50 ഏക്കറോളം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആശുപത്രികൾ മാറുന്നതിൻ്റെ ഒരു സമഗ്ര വികസനം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം അവർ ആദ്യം ഉന്നയിക്കുകയായിരുന്നു. അതിനുശേഷം മന്ത്രി എന്നാൽ 2016 തദ്ദേശ സ്ഥാപനത്തിന് ഇത് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് കാണിക്കുകയായിരുന്നു. എന്നാൽ അത്തരമൊരു ഉത്തരവോ അത്തരമൊരു ഓർഡറിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നഗരസഭാ ചെയർപേഴ്സൺ UA സുബൈദ കൂടി ഏറ്റെടുത്തതോടുകൂടി LDF UDF അംഗങ്ങൾ തമ്മിൽ കയ്യടിയും കൂക്കിവിളിയും ഉണ്ടാവുന്ന. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. മറ്റ് റിപ്പോർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. പതിവ് സെഗ്മെന്റ് കൂരായണം കാത്തിരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം